നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അവരുടെ വായയിൽ ഈ ക്യാവിറ്റി കോസിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ വായ കേടുവരുന്നത്? അതെ, നമ്മൾ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ കെയർ ടേക്കേഴ്സ് നമ്മുടെ വായിൽ നിന്നാണ് ഈ കുട്ടികളുടെ വായയിലോട്ട് ക്യാവിറ്റി കോസിംഗ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്നുള്ള ബാക്ടീരിയ പടരുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നമ്മുടെ ഉമ്മ വയ്ക്കൽ, കിസിങ് ഓൺ ദ ലിപ്സ്, ചീക്സ്, അതൊക്കെയാണ് ഫസ്റ്റ്. ഇനി അങ്ങനെ ഉമ്മ വയ്ക്കാത്ത ആൾക്കാരാണെങ്കിൽ പിന്നത്തെ നമ്മുടെ ശീലമാണ് ഷെയറിങ് സ്പൂൺസ്, കപ്സ്, പാസിഫയേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്നില്ലെങ്കിലും എന്തായാലും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടാവും. ചൂട് കൂടുതലാണോ എന്ന് നോക്കാൻ ഒന്ന് നമ്മൾ വായിൽ വെച്ച് നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മുടെ സലൈവയിലൂടെ നമ്മുടെ വായിലുള്ള ബാക്ടീരിയ കുഞ്ഞുങ്ങളുടെ വായിൽ എത്തുന്നുണ്ട്. ഇനി ഇതും അല്ലെങ്കിൽ ഒരു പനിയോ തലവേദനയോ ഛർദിയോ എന്തെങ്കിലും വരുമ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പൊട്ടിച്ചാൽ കിട്ടാത്തപ്പോൾ ഒരു കടി അടിച്ചിട്ട് അതിൻ്റെ ബാക്കി കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാറുണ്ടോ? അങ്ങനെ എത്താം. അപ്പോൾ എങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റുക? ഈ പറഞ്ഞ പരിപാടികളൊക്കെ നിർത്തണം. അതോ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് ആകെ ഈ കുട്ടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ ഓറൽ ക്യാവിറ്റി മാക്സിമം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം. ന്യൂലി പാരൻസ് ആവാൻ പോകുന്നവരോ ന്യൂലി പാരൻസ് ആയവരോ ഗെറ്റ് യുവർ ഓറൽ ക്യാവിറ്റി ചെക്ക്ഡ്. ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ അടയ്ക്കുക, ഡൂ പ്രോപ്പർ സ്കെയിലിംഗ്, റെഗുലർ ഓറൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, നമ്മുടെ ഓറൽ ക്യാവിറ്റി പ്രോപ്പർലി ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പോയാലും അതിൽ ഈ ഒരു ബാക്ടീരിയയുടെ ലോഡ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഫോർ യുവർ ബേബി സ്റ്റാർട്ട് ദെയർ ഓറൽ ഹെൽത്ത് കെയർ ആസ് ഏർലി ആസ് പോസിബിൾ. അതായത് പാലൊക്കെ കൊടുത്ത് കിടത്തുമ്പോൾ ജസ്റ്റ് ഒരു സോഫ്റ്റ് കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഗംസ് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ആസ് സൂൺ ആസ് ദ ഫസ്റ്റ് 2 ഇറക്സ്, അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസമൊക്കെ ആകുമ്പോൾ താഴത്തെ കുഞ്ഞു പല്ലുകൾ വരാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ ഫിംഗർ ബ്രഷോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആസ് സൂൺ ആസ് പോസിബിൾ ഇൻട്രൊഡ്യൂസ് ഓറൽ ഹെൽത്ത് മെഷർമെന്റ്സ് ഇൻ ടു യുവർ ചൈൽഡ് ഓൾസോ. അപ്പോൾ ന്യൂലി പാരൻസ് ആയവരോ അല്ലെങ്കിൽ ആവാൻ പോകുന്നവരോ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.